അതെ സുമേഷേട്ടാ, എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ളൊരു സൗകര്യം ഉണ്ടല്ലോ, ആ ഒരു സൗകര്യത്തില് കുട്ടിയുടെ കല്യാണം കഴിച്ചപ്പോ എന്താ കുഴപ്പം? അതല്ലേ നല്ലത്? അതെ അല്ലേ? അത് തന്നെ അല്ലേ അല്ലേ? എന്റെ മൂത്ത മോളുടെ കല്യാണത്തിന് വലിയ പന്തലും ആളുകളെയൊക്കെ വിളിച്ചിട്ട് കല്യാണം അത് കാലേതാണ്, ഇപ്പൊ കാലം മാറി. നിങ്ങക്ക് അതിനും മാത്രം ആൾക്കാരൊക്കെ വന്ന് കൂടാണ്ട് ചിങ്ങ അങ്ങനത്തെ വല്ല VIP അങ്ങനെയൊക്കെ വരാണ്ട് ചിങ്ങ ഇപ്പൊ ഒരു ചെറിയ പന്തലൊക്കെ ഇട്ട് അത് വേണമെങ്കിൽ സത്യനോട് നമുക്ക് സംസാരിച്ചിട്ട് അവന്റെ പറമ്പില് ചെറിയൊരു പന്തൽ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ കൂടാം അല്ലേ? ഒരു പന്തലിട്ട് ചെയ്യും. ആ ഒരു ഇതാ പറഞ്ഞത്. ഈ ഒരു കാലത്ത് നമ്മൾ അങ്ങനെയൊന്നും കാട്ടിക്കൊണ്ട കയ്യിൽ 5-10 പൈസ ഇല്ല, വെറുതെ അപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടോ? എന്നാലും അവളെ ആഗ്രഹം നിറവേറ്റണ്ടേ? വേണ്ട അത് ഇല്ലേ? വേണ്ട തന്നെ ഞാൻ പറഞ്ഞതേ, അത് വേണോ? വേണം മോനെ. എന്നാ പിന്നെ പന്തല് കെട്ടി കല്യാണം നടക്കട്ടെ തന്നെ അല്ലേ? അതെ, ഒരു ചെറിയ പന്തലിട്ട് നടത്താം. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയും. നിങ്ങൾ ഞാൻ പറഞ്ഞതിനൊക്കെ അങ്ങനെ ഏറ്റു പറയാൻ നടന്നാൽ എങ്ങനെയാണ്? പോയെന്ന് കുറച്ച് നിൽക്കറാ. അത് നേര്. ഇപ്പൊ ഞാൻ പറയണേല് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞ അതിന്റെ കൂടെ നിൽക്കാച്ചിട്ടാണ് ഞാൻ ഈ പറയണത്. ഇതിപ്പോ നമ്മളങ്ങോട്ടും കൂടെ മാറി പറഞ്ഞ മൂപ്പർക്ക് എന്താ തോന്നുക? അന്മതം വരുന്നത്. ഈ സത്യനെ കണ്ടോ? അറിഞ്ഞില്ലേ? എന്തേ? സത്യനെ കൊണ്ടുപോയി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എപ്പോ? അതെ, അയാൾക്ക് ഇന്നലെ രാത്രി സുഖമില്ലാണ്ടായി ആശുപത്രി കൊണ്ടുപോയി. ശരി, എന്റെ വാർത്താനം കേട്ട ആള് വയ്യത്തായി. എന്ത് പറഞ്ഞാലും ഉടനെ ഇല്ല രാജീവൻ പറയാനായിട്ട് ഇരിക്കണല്ല. മനുഷ്യമാകെ പേടിച്ചു പോയി. അതെ, ആശുപത്രിയില്ല എന്നാ പറയണ. ഇപ്പൊ എന്തായിണ്ട്? ഈ സമയത്ത് പോയിട്ട് ഇപ്പൊ സ്ഥലത്തിന്റെ പന്തലിടേണ്ട കാര്യമൊന്നും പറയാൻ പറ്റില്ല. മൂപ്പരുടെ കുട്ടിയുടെ കല്യാണമാണല്ലോ, രണ്ടാമത്തെ. ഒരു 10-20 ആൾക്ക് കൂടാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു പന്തല് കെട്ട ഒരു സൗകര്യം സത്യന്റെ പറമ്പിൽ തരുമെന്ന് ചോദിക്കാനാണ്. എന്തായാലും ഒരു 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യേ, അത് കഴിയുമ്പോ അറിയാലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ എന്തായാലും ഒരു പന്തലിടേണ്ടി വരണമെങ്കിൽ പിന്നെ 16 കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണം നടത്താമല്ലോ. എന്താ പറഞ്ഞ വലിയ അതാണ് എന്റെ വായലുള്ളത്. ഇതാ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ രണ്ടർത്ഥത്തിൽ തന്നെയാണ് എന്റെ വാർത്ത. എന്റെ ഈ എപ്പോഴും അതേ മന്മത ഇങ്ങനെയാണ് വർത്താനം പറയാ. എന്ത് അല്ലിച്ചിപ്പോ ഞാൻ മരിച്ചാലും ഇതന്നെ ഇജ്ജ് പറയാ? അങ്ങനെ പറയൂ? നിങ്ങളെ പള്ളിയിലല്ലേ കൊണ്ടുപോകണം. ഒറ്റ അങ്ങോട്ട് സരിയാന്ന് വെച്ചാലേ ഞാന് എന്റെ കാര്യം ഒന്ന് തീരുമാനിക്കും മോനെ. നിങ്ങളെ കാര്യം തീരുമാനിക്കും, ഓന്റെ കാര്യം ഒന്ന് തീരുമാനിക്കട്ടെ. കുറച്ചുകൂടി പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നും തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെടുന്നുണ്ടോ? എനിക്ക് വയ്യ ഡോക്ടറെ. അല്ല, ബജ്ജ എന്ന് പറഞ്ഞാൽ തീരെ വയ്യ. നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ. പിന്നെന്താ ചെയ്യ? എന്താ ശരിക്കുള്ള കുഴപ്പം? എന്താ പറഞ്ഞെടുക്കും. ഡോക്ടറെ, തുമ്മലുണ്ട്. പിന്നെ ഈ TV കുറെ നേരം കണ്ടു കഴിയുമ്പോ ഒരു തലവേദന. പിന്നെ രാത്രി കഞ്ഞിക്ക് പുറമെ വേറെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഭയങ്കര വയറുവേദനയാ. തുമ്മലൊരു രോഗമൊന്നുമല്ല. തുമ്മല് രോഗമല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു തുമ്മലെടുത്ത് തുമ്മിക്കഴിഞ്ഞാ ഒരു 10-15 തുമ്മൽ അതിന്റെ കൂടെ തുമ്പും. അപ്പൊ കൊയ്യി പോവില്ലേ? പിന്നെ കിടക്കാതെ വേറെ മാർഗമില്ല. അതിന്റെ ഉപ്പൊക്കെ ഉണ്ടാ തരാറ്. ഉപ്പ് അങ്ങനെയാണ്. കുറെ തുമ്മൽ ഉമ്മ ആകെ സീണ, ഭയങ്കര ക്ഷീണം വരും. ഇതിന്റെ കാരണം എന്താണെന്നറിയോ? പൊടിയാ. പൊടിയുണ്ടോ? ഈ റോട്ടിൽ നിന്നൊക്കെ വരുന്ന പൊടിയും ഇതൊക്കെ എന്തായാലും വീട്ടിൽ കാണും. ഞാൻ എപ്പോഴും പറയും ദിവസേന ഒന്ന് അടിച്ചു തുടച്ചിട്ടോ, അതാണ് നല്ലത്. ഇത് 2 ദിവസമോ 3 ദിവസമോ കൂടുമ്പോഴാണ് അവള് എന്തിനും മെനക്കിടുക. കണ്ടോ? എന്റെ പെണ്ണുങ്ങൾ നന്നായിട്ട് ചുമക്കിണ്ട്. ഓളൊന്ന് നോക്കിയാലോ നമുക്ക്? വേണ്ട, അത് ഇടയ്ക്കിടയ്ക്കുള്ളതിനെ അവിടെ. അത്ര വലിയൊരു അസുഖമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വേറെ വിഷയങ്ങളൊന്നും കാണുന്നില്ല. ഞാൻ തൽക്കാലം ഒരു മരുന്ന് തരാം. ഇതിപ്പോ എങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ അസുഖങ്ങൾ ഇങ്ങനെ ഉണ്ടാവുണ്ടോ? പനി വരില്ലുണ്ടോ മൂപ്പർക്ക്? പനിയൊന്നുമില്ല അല്ലേ? ഞാൻ പിന്നെ വേറെ വിഷയമൊന്നുമില്ല കേട്ടോ. കൊറേയൊക്കെ നിങ്ങളെ തോന്നല, നിങ്ങളൊന്ന് ഉഷാറായിട്ട് ഇരുന്നാ മതി. ഇപ്പത്തെ എല്ലാ രോഗത്തിന്റെയും കാരണം എങ്ങനെയാ? ഇപ്പൊ തൽക്കാലം ഞാനൊരു മരുന്ന് എഴുതി തരാം. അതൊന്ന്. എന്റെ പേരെന്തേനി? പേര് സത്യശീലൻ. സത്യശീലൻ. ഇത്ര പ്രായം എത്രയാണ്? 48. ഇത് കഴിച്ചു നോക്കി കേട്ടോ. ആ മരുന്ന് കഴിക്കുമ്പോ നല്ല ഉറക്കം വരും. പേടിക്കൊന്നും വേണ്ട. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ ഒക്കെ ശരിയാവും. ശരി ശരി ഡോക്ടർ.
200 300 ഫീസ്. ഏടോ ചെങ്ങായി മന്മതജ്ജൊരു കാര്യാലോചിച്ച് നോക്ക്. ഈ സുമേഷേട്ടന്റെ മോളുടെ കല്യാണത്തിന് ഏറി വന്ന 10-20 ആൾക്കാരുണ്ടാവും. അതിന് കൂടുതലുണ്ടാവില്ലല്ലോ. അത്ര വരൂ. ഈ സെഡ് ഒന്ന് നോക്കിയേ സത്യന്റെ ഈ കാർ സെഡ്. പക്ഷെ സത്യേട്ടന്റെ പരിപാടിക്ക് ഇത്രയും സ്ഥലം പോരല്ലോ. സത്യന് എന്താ പരിപാടി? 16 മന്മത അതെ ഇതൊക്കെ അന്റെ ഈ ജാതി വർത്താനം ഉണ്ടല്ലോ. അന്നക്ക് അറിയണ കാരണം കുഴപ്പമില്ല. ഈ എന്റെ വർത്താനം എല്ലായിടത്തും ഉണ്ട്. എനിക്ക് ഈ സ്ഥലകാല ബോധമല്ല. എന്നാ സുമേഷേട്ടന്റെ പരിപാടി ഇവിടെ വെച്ച് നടത്തണ്ട. നിങ്ങളെ വീട്ടിൽ പന്തലിടുമ്പോ അങ്ങ് നടത്തിയാ പോരെ? എന്ത് പന്തല്? മറ്റേ മോന്റെ സുന്നത്ത് പരിപാടി അവിടെ നടത്തണമല്ലോ. ഈ അതല്ല ഉദ്ദേശിച്ചായി. ഇതാ പറഞ്ഞ എന്റെ നാക്ക് ശരിയല്ലെന്ന്. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ പുറത്തൊന്നും പോവാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ ഇപ്പൊ മരി പറഞ്ഞിട്ടേ ദൂരെ നിന്ന് ആൾക്കാര് വരണതാണ് കേട്ടോ. മരുന്ന് മരുന്ന് മരുന്നെടുത്തില്ലേ? എന്താ പറ്റിയ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ ഒന്നും പറയണ്ട. അതെ വയ്യാന്ന് പറഞ്ഞാ വയ്യ. നല്ല സീനുണ്ട് കേട്ടോ. കണ്ടോ എന്റെ കയ്യൊക്കെ ഒന്ന് പിടിക്കാം. എന്താ റബ്ബേ അത്രക്ക് വയ്യാലേ? വയ്യാറ തീരെ വയ്യ. ശരി കേട്ടോ. എന്തപ്പോ സംഭവം? ഒരു തുമ്മലങ്ങട് വരും. ആ തുമ്മലങ്ങട് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തുമ്മിട്ട് അതൊരു മാല പോലെ അങ്ങോട്ട് വരും. ആ വന്നു കഴിഞ്ഞാ പിന്നെ കമ്മലായി വളയായി കമ്മലും വളയും. എന്റെ മന്മത അതൊന്നും അല്ല. പിന്നെ മലന്നങ്ങട് കിടന്നാ മതി, ശ്വാസം കൂടിയും കിട്ടില്ല. എന്താണ്? അല്ല സത്യ, അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞത് ഇത് കാര്യമായിട്ടുള്ള എന്തോ ഒരു അസുഖമാണ്. എന്തായാലും ഒരു പേര് പറഞ്ഞല്ലോ, ഭ്രാന്തെന്ന്. എന്താണ്? ഭ്രാന്താണെന്ന്, അല്ലാണ്ട് വേറൊരു അസുഖം. ഈ വക അളിയന്മാർ അവനെ എങ്ങനെയാണ്